ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഹണ്ടർ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പി ആക്കിയാലോ. അപ്പോൾ നമുക്കിന്നൊരു ന്യൂഡിൽസ് റെസിപ്പി നോക്കാം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ എഗ്ഗ് വെച്ചിട്ടുള്ള ന്യൂഡിൽസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് മുട്ട, ന്യൂഡിൽസ്, വെജിറ്റബിൾസ് ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതിലേക്ക് വേണ്ടത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി 3 ടീസ്പൂണ്, 2 ടീസ്പൂൺ ക്യാരറ്റ്, 1 ടീസ്പൂൺ ക്യാപ്സിക്കം, ചുവന്ന ക്യാപ്സിക്കാണ് കേട്ടോ, 2 ടീസ്പൂൺ ബീൻസ്, 1 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രീൻ ക്യാപ്സിക്കാണുള്ളതെങ്കിൽ അതിടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചുവപ്പാകുമ്പോൾ ഒന്നുകൂടെ കളർഫുള്ളായിരിക്കും. ഇതിലേക്ക് മുട്ട, പിന്നെ വേണ്ടത് ഇതുപോലത്തെ 4 പീസ് ന്യൂഡിൽസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ന്യൂഡിൽസ് മസാലപ്പൊടി കൂടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനി കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു പാന് ചൂടാവാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കണം. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ മതി, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മല്ലിച്ചപ്പും ക്യാപ്സിക്കും ഒഴികെയുള്ള ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഓവർ കുക്കായി പോവുകയും വേണ്ട, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മതി. ഇനി നമുക്ക് മുട്ടയൊന്ന് ചിക്കിയെടുക്കണം. 3 മുട്ട ഇതുപോലെ പാനിലിട്ടിട്ട് ചിക്കിയെടുക്കുക. ഇനി ഈ വെജിറ്റബിളിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി പാക്കറ്റിലുള്ള ന്യൂഡിൽസ് മസാല കൂടി ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കാനുള്ളത് ന്യൂഡിൽസാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ന്യൂഡിൽസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് കേട്ടോ വേണ്ടത്. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ട് നമുക്ക് ന്യൂഡിൽസ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം വേവാറായിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ലാസ്റ്റായി ഇതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കോ മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ന്യൂഡിൽസിന് അധികം വേവില്ല എന്നുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത ശേഷം നമുക്ക് 1 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാണാനൊക്കെ ഒന്ന് കളർഫുൾ ആയിട്ടുണ്ട്, പിന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.